നമ്മൾ യാത്ര ചെയ്യുന്ന ബസ്സാണിത്. 35 സീറ്റർ, നല്ല സൂപ്പർ ബസ്സാണ്, അടിപൊളി ഗംഭീര ബസ്. ഉച്ചയ്ക്ക് ശേഷം മെട്രോ യാത്രയും പിന്നെ ഒരു മാളും കണ്ട് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി. കുളിച്ച് ഫ്രഷായി 6:30 ക്രൂയിസ് യാത്രക്ക് പുറപ്പെട്ടത്. ഇതാണ് ക്രീക്ക് ദോ ക്രൂയിസ് എന്ന് പറഞ്ഞ ആ ഒരു ഹൗസ് ബോട്ട് യാത്ര. അടിപൊളി സംഭവമാണ്. നമ്മൾ ഇതിൻ്റെ പരിസരത്തൊക്കെ കാണുന്നത് വളരെ ചെറിയ കപ്പലുകളാണ്. ഇത് നമ്മളത് ഗംഭീര സൈസുള്ള കപ്പലാണ്. അപ്പോൾ എല്ലാവരും ഉള്ളിലേക്ക് കയറി. ഞാൻ ഒന്ന് പുറത്തു നിന്നിട്ട് ഇതിൻ്റെയൊക്കെ ഒരു കാഴ്ച പകർത്തുകയാണ്. അമ്പരചുംബികളായ കെട്ടിടങ്ങളാണ് ഇതിന് ചുറ്റും. നല്ല കാഴ്ച, മനസ്സ് കുളിരുന്ന കാഴ്ചയാണ്. ദുബായ് ഇങ്ങനെയാണ്, വെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുന്ന, നക്ഷത്ര ദീപങ്ങളാൽ തിളങ്ങി നിൽക്കുന്ന ദുബായ്. നമ്മൾ യാത്ര ചെയ്യുന്ന ബോട്ടിൻ്റെ ഉൾവശമാണിത്. സൂപ്പറാണ്, വേണ്ട ഒരു കൗണ്ടറുകളൊക്കെ നല്ല അടിപൊളി. അപ്പോൾ ഞങ്ങൾ മുകളിലേക്ക് പോകാനാണ് പ്ലാന്. മുകളിലാകുമ്പോൾ ചുറ്റുമുള്ള കാഴ്ച ഗംഭീരമായിരിക്കും. അതുകൊണ്ട് ഇത് കണ്ട, നമ്മളെ മുമ്പിൽ ഇത്രയും വലിപ്പമില്ലാത്ത മറ്റൊരു ബോട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ഈ ബോട്ടിൻ്റെ ഒരു പ്രത്യേകത, വശങ്ങളിലെല്ലാം ലൈറ്റ് പിടിപ്പിച്ചുകൊണ്ട് അത് മനോഹരമാക്കിയിരിക്കുന്നു. പിന്നെ അങ്ങ് ഈ പുഴക്ക് അരികിൽ കാണുന്ന ഇലുമിനേറ്റ് ചെയ്ത കെട്ടിടങ്ങളുടെ കാഴ്ച. ദുബായ് ഒരു സ്വപ്ന നഗരമായി തീർന്നത് ഇങ്ങനെ തന്നെയാണ്. ഏത് ഏടാ ഇതിൻ്റെ അല്ലേ? എൻ്റെ പേര് വിധു. അപ്പോൾ ഇത് നമ്മൾ ക്രീക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതുപോലെ തന്നെ കുറേ ക്രൂസ് ഉണ്ട്. ഇത് റമി എന്ന് പറഞ്ഞ ക്രൂസാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഡിന്നറുണ്ട്. ഒരു ഇപ്പോൾ റമദാൻ ആയതുകൊണ്ട് 8 മണി തൊട്ട് 10 മണി വരെയാണ് ക്രൂസ് ഉള്ളത്. അപ്പം 10 മണിയാകുമ്പോൾ ക്രൂസ് എടുക്കും. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നൈറ്റ് ഇങ്ങനെ ആസ്വദിച്ചോളൂ. ഓക്കെ, ഫൈൻ. അപ്പോൾ ഞാൻ മുകളിലേക്ക് കയറി പോവാണ്. ഇതുണ്ട് സ്റ്റെപ്പ്, നല്ല ലൈറ്റൊക്കെ പിടിപ്പിച്ച സ്റ്റെപ്പ്, ഫുള്ള് മരം കൊണ്ട് നിർമ്മിച്ചതാണ്. അപ്പോൾ ഇതാണ് മുകളിലെ കാഴ്ച. എല്ലാവരും പോയി സെറ്റിലായി. എന്തൊക്കെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും. രാത്രി അതിൻ്റെ സർവ്വസൗന്ദര്യവും പുറത്തെടുത്ത് പീലി വിടർത്തുകയാണ്. അപ്പോൾ ദുബായിലെത്തിയേ? ഇന്നലെ എത്തിയല്ലേ? എങ്ങനെയുണ്ട് ദുബായ്? അടിപൊളി. അതെ അതെ, വരാം. അല്ല എന്താ പറയണ്ട്, കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കണ്ടല്ലോ. അടിപൊളി അടിപൊളി. ഹലോ സാർ, നാടെവിടെയാ? നാടെവിടെയാ? സൂപ്പ് വെജ് സൂപ്പാ? നല്ല ഹെൽത്തിയായ സൂപ്പ്, വെജ് സൂപ്പ്. അപ്പോൾ നമ്മൾ സ്പ്രിംഗ് റോൾസും ജ്യൂസും കഴിച്ചു. ഇപ്പോൾ ഇത് വെജിറ്റബിൾ സൂപ്പ്. അപ്പോൾ ഇങ്ങനെ സ്നാക്സും ഇതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഹൗസ് ബോട്ട് തന്നെ സ്റ്റാർട്ടായില്ല. ഹായ്. പിള്ളേർ ഭയങ്കര ഹാപ്പിയാണ്ടാ, മുഖത്ത് സന്തോഷം പൊട്ടിവിടരുന്നു. സ്വപ്നതുല്യമായ ഒരു യാത്രയുടെ എക്സൈറ്റ്മെന്റ് എല്ലാവരുടെയും മുഖത്ത് കാണാം. ഇരുട്ടിന്റെ വിശാലമായ സ്ക്രീനിൽ മിന്നിത്തെളിഞ്ഞു നിൽക്കുന്ന ക്രൂയിസ് എന്ന് വിളിപ്പേരുള്ള ബോട്ടുകൾ. പാടിയും പിറുവിറുത്തും അവ ഇരുട്ടിലൂടെ അങ്ങനെ നീന്തിത്തുഴഞ്ഞു പോകും. ദാലിലെ ശിക്കാരിയോട് രൂപസാദൃശ്യമുള്ള ഒരു കുഞ്ഞൻ ബോട്ട് മുന്നിലൂടെ കടന്നുപോയി. ജലപ്പരപ്പിൽ നിറയെ ഇതുപോലെ തിളങ്ങുന്ന ഒട്ടേറെ ബോട്ടുകൾ കാണാം. സന്തോഷം ഒരു മൃദുപരിമളമായി നിറഞ്ഞൊഴുകുന്ന അന്തരീക്ഷമാണ് എവിടെയും. അത്താഴത്തിനുള്ള വിഭവങ്ങളെല്ലാം നിരന്നു കഴിഞ്ഞു.
ഊണിന് മുമ്പേ പടക്ക് പിമ്പേ എന്ന പ്രമാണം ഓർത്തുകൊണ്ട് ചിലരൊക്കെ ഭക്ഷണം കഴിക്കാൻ തയ്യാറെടുത്തു. തിരക്ക് ഒരൽപ്പം കഴിയട്ടെ എന്ന് തീരുമാനിച്ചുകൊണ്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് മാറി നിന്നു. വെണ്ണിലാ ചന്ദനക്കിണ്ണം പുന്നമടക്കായലിൽ വീണെ എന്ന പാട്ട് വെറുതെ മനസ്സിൽ ഓർമ്മ വന്നു. രാത്രിയിലെ കാഴ്ചകൾക്ക് നിറഭംഗി അല്പം കൂടുതലാണെന്ന് പറയാം. മുന്നിൽ കാണുന്ന പാലം തന്നെ അതിന് ഒരു ഉദാഹരണം. പകൽ വെളിച്ചത്തിൽ അതിന് പ്രത്യേക ഭംഗിയൊന്നും തോന്നണമെന്നില്ല. പക്ഷേ രാത്രി ആ പാലത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിയിരിക്കുന്നു. രാത്രി കാഴ്ചകൾക്ക് കൊച്ചിയിലേതിനോട് ഏറെ സാദൃശ്യമുണ്ട്. രാത്രികൾക്കുള്ള ഒരു പ്രത്യേകത ഇതാണ്: നമുക്ക് ആവശ്യമുള്ളതിനെ മാത്രം ഇല്ലുമിനേറ്റ് ചെയ്ത് കാണിക്കാനാവും. നേരത്തെ കണ്ട പാലത്തിന് അടിവശത്തു കൂടിയാണ് ഇപ്പോൾ ബോട്ട് കടന്നു പോകുന്നത്. ഭക്ഷണം കഴിച്ചതിന് ശേഷം താഴെയാണ് വ്യത്യസ്തങ്ങളായ ഡാൻസ് പരിപാടികൾ നടക്കുക. അന്നാട്ടിലെ തനത് പാരമ്പര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നൃത്തങ്ങളായിരിക്കണം. കുറച്ച് ദൂരത്തായിട്ടൊരു ക്രൂയിസ് ഷിപ്പ് നങ്കൂരിട്ടിരിക്കുന്നത് കാണാം. വലിയ കപ്പലാണ്, വലിയ സൂപ്പർ കപ്പൽ. ക്രീക്കിലൂടെയുള്ള യാത്ര, ദുബായ് നഗരത്തിൻ്റെ മനോഹരമായ ഒരു രാത്രി ദൃശ്യം. ഈ പുഴപ്പരപ്പിലൂടെ ഒരു അരയന്നം കണക്കെ ക്രൂയിസ്, നമ്മുടെ നാട്ടിലൊരു വെട്ടുവള്ളം അല്ലെങ്കിൽ ഹൗസ് ബോട്ട് എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു ബോട്ടാണിത്. പക്ഷേ മുഴുവനായും ലൈറ്റ് അലങ്കരിച്ച് അതിമനോഹരമാക്കിയിട്ടുണ്ട്. ക്രീക്കിൻ്റെ ഇരുവശത്തും വലിയ മന്ദിരങ്ങൾ, കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാം. എല്ലാം പ്രകാശപൂരിതമായിരിക്കുന്നു. ദുബായിലെ ആദ്യ ദിവസം തന്നെ മനസ്സ് നിറഞ്ഞിരിക്കുന്നു. അടുത്ത 4 ദിവസവും ഇതുപോലെ തന്നെ കാഴ്ചകളുടെ ഒരു പൂരമായിരിക്കും. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ദുബായിയുടെ ബാക്കി വിശേഷങ്ങളുമായി വീണ്ടും കാണാം.